ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഡുവൽ ക്യാം വഴിയാണ്. അതായത് ലൈവായിട്ട് എൻ്റെ ഫേസും അതുപോലെ ഓപ്പോസിറ്റ് എൻ്റെ ലാപ്ടോപ്പും വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം പലർക്കും വരുന്നൊരു പ്രോബ്ലമാണ് റീയൂസ്ഡ്. അപ്പോൾ റീയൂസ്ഡിൽ വീഡിയോ എങ്ങനെ നമുക്ക് റീയൂസ്ഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അപ്പീൽ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കട്ടാകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ നമുക്ക് മെയിൽ വരും, ഇങ്ങനെ റീയൂസ്ഡ് പ്രോബ്ലം ഉണ്ട്, അപ്പീൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. മോണിറ്റൈസേഷന് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഈ ഒരു പ്രോബ്ലം വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റീയൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നമുക്കൊരു പ്രോബ്ലം കാണാം. ഇപ്പം ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ. അപ്പോൾ റീയൂസ്ഡ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് വരിക. അത് മോണിറ്റൈസേഷൻ ആയ ശേഷം വരാം, മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്തും വരാം. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് വഴി അപ്പീൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു ഡേറ്റിന് മുന്നേ നമ്മൾ അപ്പീൽ കൊടുക്കണം. അപ്പീൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യലാണ്. അത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ താഴെ നമുക്ക് കാണാം റീ അപ്ലൈ. അപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവിടെ ജൂൺ 25 ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അപ്പീൽ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ജൂൺ 5 2025 നമുക്ക് റീ അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എപ്പോഴും ആദ്യത്തെ ഓപ്ഷനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ ഫസ്റ്റ് റിജക്ഷൻ ആയതുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ റീ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ റീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്പീൽ കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഈ ഒരു ചാനലിൽ നമ്മൾ ഈ ഒരു റീയൂസ്ഡ് പ്രോബ്ലം വന്നതുകൊണ്ട് അപ്പീൽ കൊടുക്കുകയാണ്. ഇവർ ആദ്യമായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ഒരു ചാനലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു റീയൂസ്ഡ് പ്രോബ്ലം വന്നു, നമ്മളെ വിളിച്ചു, നമ്മളെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവർക്ക് ഈ ഒരു ചാനലിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് അവർക്കൊരു സ്ക്രിപ്റ്റ് വർക്കൗട്ട് ചെയ്ത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വീഡിയോ ആക്കി അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു വീഡിയോ ആക്കി അയച്ചു തന്ന് ബാക്കി എഡിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തതൊരു വീഡിയോ ആക്കി. അപ്പീൽ വീഡിയോ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ഇവർക്ക് റീയൂസ്ഡ് വന്നിട്ടുണ്ട്, അപ്പീൽ കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ അപ്പീൽ കൊടുക്കുകയാണ്. അതായത് സ്റ്റാർട്ട് അപ്പീൽ, സെക്കൻഡ് ഓപ്ഷൻ. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റിക്ക് പറയാം. റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ചെയ്യരുത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. എന്തായാലും നമുക്കത് ചെയ്തതെന്ത് ചെയ്യാത്തതെന്ത് നോക്കിയിട്ട് കാര്യമില്ല. ഓൾറെഡി ഡിസപ്രൂവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പീൽ കൊടുക്കുകയാണ്. അപ്പീൽ കൊടുത്ത് നോക്കുകയാണ്. വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പീൽ അവർ സ്വീകരിക്കില്ല. അപ്പോൾ അതിൻ്റെ റൂളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് അപ്പീൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇവിടെ ലാസ്റ്റ് ഡേറ്റ് മെയ് 27 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെയ് 27 മുന്നേ നമ്മൾ കൊടുക്കുന്നു സ്റ്റാർട്ട് അപ്പീൽ. അപ്പോൾ ഇവിടെ ഇവിടെ പറയുന്നുണ്ട് ഫിലിം യുവർ വീഡിയോ ഇൻ എ സപ്പോർട്ട് ലാംഗ്വേജ്, മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കുക. പലരും സബ് ടൈറ്റിലൊക്കെ കൊടുക്കാറുണ്ട് ഇംഗ്ലീഷ് മലയാളത്തിൽ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. ഇവിടെ സപ്പോർട്ട് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ കാര്യങ്ങളൊക്കെ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് തന്നെയാണ് ബെറ്റർ. വീഡിയോ 5 മിനിറ്റിന് താഴെ ആയിരിക്കണം. അതുപോലെ ആദ്യത്തെ 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, URL മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെന്താണ്, എന്ത് മിസ്റ്റേക്കാണ്, അതായത് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ്. നമ്മുടേത് എല്ലാം ഓക്കെ ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതവർ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ അതിൻ്റെ താഴെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ, നമ്മുടെ സ്ക്രിപ്റ്റും നമ്മളെ എഡിറ്റിംഗ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് അപ്പീൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറയുന്നു. ശേഷം അവർ ഒരു വീഡിയോ URL പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ട് ആ അപ്പീൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം അപ്പീൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റീയൂസ്ഡ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വരിക, അപ്പോൾ നമ്മൾ അപ്പീൽ വീഡിയോ കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലായി.
അപ്പോൾ ഞാനിവിടെ ഓൾറെഡി അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അങ്ങനെ നമ്മൾ അപ്പീൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അൺലിസ്റ്റഡ് ആയിട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു വളരെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ച വീഡിയോ ഞാൻ എടുത്തു. അങ്ങനെ നമ്മൾ അപ്പീൽ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 20% ആയിട്ടുണ്ട്. 2 മിനിറ്റ് കൊണ്ട് അപ്ലോഡ് കംപ്ലീറ്റ് ആവുമെന്ന് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റീയൂസ്ഡ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. പലരും പേടിച്ച് അപ്പീൽ കൊടുക്കാതിരിക്കലുണ്ട്. അപ്പോൾ അപ്പീൽ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരു ഓപ്ഷൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ മുഴുവൻ റീയൂസ്ഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ജസ്റ്റ് അപ്ലോഡിങ് കംപ്ലീറ്റ് ആകുന്നുണ്ട്. ഇനി 45-50% ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ആ ഒരു ചാൻസ് നമ്മൾ എടുക്കുക. അല്ലാതെ മുഴുവൻ പുറത്തുനിന്നുള്ള കണ്ടന്റ് എടുത്തിട്ട് പിന്നെ നിങ്ങൾ അപ്പീൽ കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ ചെറിയ മിസ്റ്റേക്കുകൾ കാരണമാണ് നമുക്ക് റീയൂസ്ഡ് വന്നത് എങ്കിൽ നമുക്ക് അപ്പീൽ കൊടുക്കാൻ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കിട്ടുമെന്നുള്ള യാതൊരു ഉറപ്പും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മളെ മാക്സിമം ശ്രമിക്കുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ അപ്പീല് കൊടുക്കാൻ തരുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, യാതൊരുവിധ ഗ്യാരണ്ടി ഒന്നും ഇല്ല. പലർക്കും ഇത് അപ്പീൽ കൊടുക്കാൻ മടിയാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നത് നിങ്ങൾക്കൊരു 1% ചാൻസ് എങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടട്ടെ, അതിലൂടെ നിങ്ങൾക്കൊരു വരുമാനം ലഭിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് മാക്സിമം നമ്മളത് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എടുക്കുക. പിന്നെ ഞാൻ ലൈവായിട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് ലൈവായിട്ട് നിങ്ങളെ കാണിക്കുന്നത് അതിനാണ്. ഇപ്പം നമ്മളെ അപ്ലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ കട്ട് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്ലോഡിങ് കംപ്ലീറ്റ് ആയി. ഞാൻ ജസ്റ്റ് അപ്പീൽ വീഡിയോ എന്ന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കരുത്. അങ്ങനെ നമുക്ക് നോർമൽ വീഡിയോ പോലെ തന്നെ പ്രോസസ്സിംഗ് അപ് ടു HD എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ആകുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീഡിയോ പലർക്കും ഉള്ളൊരു ഇതാണ്, ഇത് ചിലർ ഫേസ് കാണിക്കാത്തൊക്കെ വീഡിയോ ചെയ്യും. അത് മറ്റുള്ളവർ കാണുമോ, ആ രീതിയിൽ ഇത് പബ്ലിക് ആക്കേണ്ടി വരും, അങ്ങനെ ഒന്നും ഇല്ല. അത് ജസ്റ്റ് അത് ചെക്ക് ചെയ്യുന്ന ഒരാൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ പലരും ആ രീതിയിൽ ചിന്തിക്കാറുണ്ട്. ഇത് അൺലിസ്റ്റഡ് ആയിട്ട് തന്നെ കിടക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്പീൽ വീഡിയോ ഫേസ് കാണിച്ച് ചെയ്യാം. ഫേസ് കാണിച്ച് ചെയ്യുമ്പോൾ അതിനൊരു ആധികാരികതയുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പുറത്തുനിന്നുള്ള ഒരാൾ രണ്ടാമത് ചെക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ഇത് ഒരാൾ ചെക്ക് ചെയ്തിട്ടല്ല ആദ്യത്തെ റീയൂസ്ഡ് വന്നിട്ടുള്ളത്. അവരുടെ ആ ഒരു സിസ്റ്റം വെച്ചിട്ട് അവർ ഫൈൻഡ് ചെയ്തതാണ്. അത് നമ്മൾ വീണ്ടും അപ്പീൽ കൊടുക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു റീചെക്ക്, രണ്ടാമതൊരു ചെക്കിങ് അവിടെ നടക്കുകയാണ്. അപ്പം അത് ശരിക്കും നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മളെ അപ്പീൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോർമൽ വീഡിയോ ചെയ്ത പോലെ തന്നെ ചെക്സ് കംപ്ലീറ്റ്, നോ ഇഷ്യൂ ഫൗണ്ട്, അങ്ങനെയൊക്കെ ചെക്കിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നോർമൽ വീഡിയോ ഓപ്ഷൻ അതുപോലെ വരുന്നുണ്ട്. നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് ആഡ് സ്ക്രീനും എൻഡ് സ്ക്രീൻ ഒന്നും കൊടുക്കേണ്ട, കാർഡ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നോർമൽ വീഡിയോ അല്ല എന്നുള്ളത് കൊണ്ട്. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ അൺലിസ്റ്റഡ് എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അൺലിസ്റ്റഡ്, ഇവിടെ പ്രൈവറ്റോ പബ്ലിക്കോ ആക്കരുത്, അവർ പ്രത്യേകം റൂളിൽ പറയുന്നുണ്ട്. അതിന് തൊട്ടു അപ്പുറത്ത് ഇവിടെ നമുക്ക് വീഡിയോ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അത് നിങ്ങൾക്ക് നോർമൽ വീഡിയോസിൽ പോയിട്ടും ചെയ്യാം. ഞാൻ ഈ വീഡിയോ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നമ്മൾ സേവ് കൊടുക്കുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. അൺലിസ്റ്റഡ് ആയിട്ട് നമുക്ക് കോപ്പി വീഡിയോ ലിങ്ക് ഇവിടെയും കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുന്നത് എന്തിനാണ്, അപ്പുറത്ത് എന്നുള്ള ഭാഗത്ത് പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ലിങ്കാണ് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ഒരു എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് അപ്പീൽ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തത് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്, അൺലിസ്റ്റഡ് ആയിട്ട് അപ്പീൽ വീഡിയോ. ഇനി എന്നുള്ള ഭാഗം എടുക്കുന്നു. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് അപ്പീൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ
നമ്മൾ ഈ ഒരു ഭാഗത്ത് വീഡിയോ URL എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വീഡിയോന്റെ URL കോപ്പി ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു സെക്കൻഡ് വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ആ ഒരു ലിങ്ക് ഇത് ഞാൻ പലരും ടെൻഷൻ കാരണം മാറിപ്പോകാറുണ്ട്, അല്ലെങ്കിൽ കോപ്പി ആയിട്ടുണ്ടാവില്ല. വേറെ ഏതെങ്കിലും ഒരു വീഡിയോ മുമ്പേ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പല രീതിയിലാണ് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് വാട്സപ്പിലോ ഏതെങ്കിലും സെർച്ച് ക്രോമിലൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് റൺ ആക്കി നോക്കുക. അപ്പോൾ ആ വീഡിയോ തന്നെ അല്ലേ, അപ്പീൽ വീഡിയോ തന്നെ അല്ലേ പ്ലേ ആകുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് റീചെക്ക് ചെയ്യാൻ പറയുന്നത്. ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങളുടെ അപ്പീൽ റിജക്റ്റ് ആവാതിരിക്കട്ടെ. അതും കൊടുത്തു. ഇനി നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരു വിശ്വാസിയൊക്കെ ആണെങ്കിൽ നല്ല ദൈവത്തിനൊക്കെ ആലോചിച്ച് നല്ല പ്രാർത്ഥിച്ച് മനസ്സിൽ നല്ലോണം പ്രാർത്ഥിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. അങ്ങനെ ഞാനിതാ കൊടുക്കുകയാണ്. ഇത് ഇവർക്ക് കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അതൊക്കെ ബാക്കി യൂട്യൂബിൻ്റെ കയ്യിലാണ്, യൂട്യൂബ് തീരുമാനിക്കട്ടെ. ഞാനിവിടെ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. യുവർ അപ്പീൽ ഹാസ് ബീൻ സബ്മിറ്റഡ്. അപ്പൊ ഇനി മുതൽ നമ്മൾ എന്നുള്ള ഭാഗം എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ കാണാൻ കഴിയുക. ഇവിടെ യൂട്യൂബ് പറയുന്നുണ്ട് വി വിൽ റിവ്യൂ യുവർ അപ്പീൽ ആൻഡ് ഗെറ്റ് ബാക്ക് യു വിത്തിൻ 14 days എന്നുള്ളത്. അതായത് റിമെമ്പർ, ഇഫ് യു ഡിലേറ്റ് എനി വീഡിയോ ആഫ്റ്റർ യു റിസീവ്ഡ് യുവർ ചാനൽ വിൽ നോട്ട് ബി ഏബിൾ ടു റിവ്യൂ യുവർ അപ്പീൽ. അതായത് 14 ദിവസത്തിനുള്ളിൽ ഇവർ റിപ്ലൈ തരാമെന്ന് പറയുന്നുണ്ട്. 14 ദിവസം ഒന്നും ആവില്ല. അതായത് 14 ദിവസത്തിനുള്ളിൽ ഇവർ റിപ്ലൈ തരാമെന്ന് പറയുന്നുണ്ട്. 14 ദിവസം ഒന്നും എടുക്കാറില്ല. 24 hours ഉള്ളിൽ തന്നെ ഇവർ റിസൾട്ട് തരാറുണ്ട്. മാക്സിമം അവർ 14 days പറഞ്ഞിട്ടുണ്ട്, അത്ര വരാറില്ല. രണ്ടാമത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും വീഡിയോ ഡിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഞങ്ങൾ അപ്പീലിന് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല, റിവ്യൂ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്താലും പ്രശ്നമില്ല. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞുതരാണ്. ഒരു വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്തു, 2 വീഡിയോ ഡിലീറ്റ് ചെയ്തു, 3 വീഡിയോ ഡിലീറ്റ് ചെയ്താലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം. ഇത് റൂള് അവർ പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താകും എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു ദിവസം കൊടുത്ത് 24 hours റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ റിസൾട്ട് വന്ന വീഡിയോ 24 hours കഴിഞ്ഞിട്ടാണ് ബാക്കി ഷൂട്ട് ചെയ്യുക. അതും കൂടി കിട്ടിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇന്നലെ നൈറ്റാണ് നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് റിസൾട്ടാണ് വന്നിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്യുന്നു. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഹോം പേജിൽ തന്നെ നോട്ടിഫിക്കേഷൻ കാണുന്നുണ്ട്. യുവർ ചാനൽ ഈസ് നൗ എലിജിബിൾ ടു ഏൺ അഗെയിൻ. അതായത് നമ്മുടെ ചാനലിലൂടെ മോണിറ്റൈസേഷനുള്ള പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 നോട്ടിഫിക്കേഷനാണ്. ഇതിന് മുന്നേ മോണിറ്റൈസേഷൻ നോട്ട് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് വന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം. മെയ് 6 മോണിറ്റൈസേഷന് റീയൂസ്ഡ് കാരണം ഡിസപ്രൂവ് ആയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അതാ നമുക്ക് മെയ് 21 രാവിലെ 9:28 വന്നിട്ടുണ്ട്. യുവർ ചാനൽ ഈസ് നൗ എലിജിബിൾ ടു ഏൺ അഗെയിൻ. അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്, അതിലൂടെ പണം സമ്പാദിക്കാമെന്നുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് എന്നുള്ള ഭാഗം എടുത്ത് നോക്കാം. ഇവിടെ എല്ലാ ടൂളും എനേബിൾ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത അപ്പീൽ സക്സസ് ആയിട്ടുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു ക്രിയേറ്ററെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു. ആ ഒരു ക്രിയേറ്ററുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുക. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് റീയൂസ്ഡ് പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്തായാലും അത് സോൾവ് ആയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. അപ്പോൾ നമ്മൾ ആഡ്സൊക്കെ ഓൺ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോക്കും ആഡ്സ് ഓൺ കൊടുത്ത് അതുപോലെ ഷോർട്സ് ഫീഡ് ആഡ്സ് ഒക്കെ കൊടുക്കുകയാണ്.
അപ്പോൾ ഈ രീതിയിൽ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ നമുക്ക് പോയ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ റീയൂസ്ഡ് വന്ന സംഭവങ്ങളൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം എന്നുള്ള ഒരു എക്സാമ്പിളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ റീയൂസ്ഡ് വന്നു എന്നതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ടിട്ട് അയ്യോ ഇനി എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവില്ലേ എന്നുള്ള ടെൻഷനിൽ ഇരിക്കണ്ട. അത് തിരിച്ചു പിടിക്കാനുള്ള ഓപ്ഷനൊക്കെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നുള്ള ഭാഗത്ത് ഡോളറിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഒക്കെ മോണിറ്റൈസേഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോണിറ്റൈസേഷൻ എല്ലാത്തിനും ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു എന്താ പറയുക സന്തോഷമുള്ള ഒരു സമയമാണെന്ന് പറയാം. എനിക്കും അതുപോലെ തന്നെയാണ്. കാരണം ഒരു ചാനൽ കൂടി ഇതേപോലെ റീയൂസ്ഡ് വന്നത് അവർക്ക് തിരിച്ച് മോണിറ്റൈസേഷൻ നേടിക്കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ അപ്പീൽ കൊടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്പീൽ കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നല്ല രീതിയിലുള്ളൊരു സ്ക്രിപ്റ്റ് വർക്കൗട്ട് ചെയ്ത് നമ്മൾ അപ്പീൽ കൊടുക്കേണ്ടതുണ്ട്. ചുമ്മാ നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് അപ്പീൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പോയ മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടാനുള്ള സാധ്യത ഉള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. ഒരുപാട് പേർക്ക് ഈ ഒരു റീയൂസ്ഡ് പ്രോബ്ലം ചാനലിൽ കുഴപ്പമില്ലെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നല്ല എനർജറ്റിക് ആയിട്ട് അവർക്ക് അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും റീയൂസ്ഡ് വന്ന പ്രോബ്ലം ഇതുപോലെ സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തായാലും അത് സക്സസ് ആയിട്ടുള്ള ഒരു അപ്പീലിലൂടെ തന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ജെന്യുവിനായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.